പത്മ. ലളിതാ സഹസ്രനാമം അടുത്ത വരിയിലേക്ക് കിടക്കുന്നു. ചെമ്പക അശോക പുന്നാക സൗഗന്ധി കലസത്കജ. ചെമ്പകം സുവർണ പുഷ്പമാണ്. എവിടെ നിൽക്കുന്നു ആ പ്രദേശം മുഴുവനും പരിശുദ്ധമാക്കുന്ന സുഗന്ധം പരത്തുന്ന ചെമ്പകം അമ്മ ധരിച്ചിരിക്കുകയാണ്. അമ്മ എന്ത് ധരിച്ചിരിക്കുന്നു അത് നമ്മളിലേക്കും എത്തുന്നു. ചെമ്പക അശോക, ശോകമില്ലാത്ത ഒരവസ്ഥ. അതായത് നമ്മൾ സകല സോറോസും സഫറിങ്സും മാറി ജോയ്ഫുള്ളായി മാറും. അശോക. പുന്നാക. പുന്നാകം എന്നാൽ അത്ര ശ്രേഷ്ഠമായ ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു രക്ഷ നൽകുന്ന, പ്രൊട്ടക്ഷൻ നൽകുന്ന മറ്റൊരു പുഷ്പം. അപ്പൊ ചെമ്പക അശോക പുന്നാക സൗഗന്ധിക. സൗഗന്ധികം താമര. അത്രയ്ക്ക് ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും വിടരുന്ന താമര. സൗഗന്ധിക ലസത്കജ എന്നാണ്. അതായത് ആ ഇത്രയും പുഷ്പങ്ങളുടെ ഗുണവും മണവും നിറവും എല്ലാം അടങ്ങുന്ന അത് എവിടെയാണ്? അമ്മയുടെ ഇരുണ്ട തലമുടികളിലാണ് ലസിക്കുന്നത്. അതായത് എത്ര ഇരുളടഞ്ഞ മനസ്സും ശരീരവും ആത്മാവുമായാലും അമ്മയിലെ ഈ ഗുണങ്ങൾ, ഈ അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് എത്തിച്ചേരും എന്നാണ് വരി. അപ്പോൾ ആ സൗഗന്ധിക കലസത്കജ. കുരുവിന്ദ മണിശ്രേണി. കുരു എന്നാൽ ടു ഡു എന്നാണ്. അതായത് എന്തെങ്കിലും ഒരു പെർഫോമൻസ് ഇല്ലേ, നമ്മൾ കുരുക്ഷേത്രം എന്നാൽ ഫീൽഡ് ഓഫ് ഡ്യൂട്ടി എന്നാണ്. അപ്പോൾ കുരുമേ ദേവ എന്ന് പറയില്ലേ. അപ്പോൾ എന്തോ ഒരു കാര്യം നടക്കുന്നുണ്ട്, പെർഫോം ചെയ്യുന്നുണ്ട്. കുരുവിന്ദം എന്നാൽ ഒരു റൂബി എന്നുള്ളൊരർത്ഥവും കൂടെ ഉണ്ട്. താമരയുടെ ആ നേർത്ത നിറമുണ്ടല്ലോ, വെളുപ്പും ഒരു ചുവപ്പും കലർന്ന, അങ്ങനെ ആ നിറത്തിലുള്ളൊരു റൂബി എന്നൊരർത്ഥവുമുണ്ട്. കുരുവിന്ദ മണിശ്രേണി. കാര്യങ്ങൾ പെർഫോം ചെയ്യിപ്പിക്കും, നമ്മളെ കൊണ്ട് ചെയ്യിക്കും. എന്ത് ചെയ്യിക്കും? ആ പെർഫോമൻസ് എങ്ങനെയായിരിക്കും? കനക്കോടീരമണ്ഡിത. അമ്മ തന്നെയായിരിക്കും ചെയ്യിക്കുന്നത്. അമ്മയാണ് സുപ്രീം അതോറിറ്റി ആയിട്ട് മാറുന്നത്. നമ്മളുടെ പ്രവർത്തികളിൽ അമ്മ സുപ്രീം അതോറിറ്റി ആകും. അമ്മ എന്തായിട്ട് മാറും? പരമാധികാരിയായിട്ട് മാറും. നമ്മളുടെ പ്രവർത്തികളിൽ അമ്മ പരാശക്തിയായിട്ട് മാറി നമ്മളെ കൊണ്ട് പ്രവർത്തികൾ ചെയ്യിപ്പിക്കും, കർമ്മങ്ങൾ ചെയ്യിപ്പിക്കും. എന്നിട്ട് അമ്മ എന്തായിട്ട് മാറും? ധർമാധികാരിയും കൂടെ ആവും. അതാണ് കനക്കോടീരമണ്ഡിത. കോടീരം എന്നാൽ കിരീടം ധരിച്ചിരിക്കുന്നു. കിരീടം ധരിക്കുമ്പോൾ എന്താണ്? റാണിയാണ്. റാണിയാണ് സുപ്രീം അതോറിറ്റി, പരമാധികാരി. പക്ഷെ ആ പരമാധികാരം എങ്ങനെയാണ്? ധർമ്മത്തിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ടാണ് ധർമാധികാരി എന്നും പറയുന്നത്. സൃഷ്ടി സ്ഥിതി പ്രളയകാരിണിയായി അമ്മ വർത്തിക്കും, നമ്മളെ പ്രവർത്തിപ്പിക്കും. പിന്നെ ഇന്ദ്രിയങ്ങളിലൂടെയും അത് നടപ്പിലാക്കും. അതായത് കോടീരമണ്ഡിത. പ്ലഷർ, നമുക്ക് ആനന്ദകരമായ ജീവിതമാണ് ആഗ്രഹിക്കുന്നത് അല്ലേ, എല്ലാ രീതിയിലും, ഇന്ദ്രിയങ്ങളും ലൗകികവുമായി. പക്ഷെ അതിൽ വീണ് മുങ്ങിപ്പോകാതിരിക്കാനാണ് അമ്മ പരമാധികാരിയും ധർമാധികാരിയുമായി മാറുന്നത്. അപ്പോൾ ആനന്ദവും മോക്ഷവും നൽകുന്ന ഇന്ദ്രിയങ്ങളിലൂടെയും അമ്മ പ്രവർത്തിക്കും. കാരണം നമ്മൾ ഭൂമിയിലല്ലേ ജീവിക്കുന്നത്. ഇതെല്ലാം നമ്മളിലൂടെ അമ്മ കടത്തിവിടും. ആ കടത്തിവിടുമ്പോഴും അമ്മ ശ്രദ്ധിക്കുന്നത് എന്താണ്? ഇവൻ ധർമ്മ വിട്ടു പോകുന്നുണ്ടെങ്കിൽ അമ്മ എന്താവും? റാണിയായിട്ട് മാറും. അധികാരം, അമ്മ അവിടെ സുപ്രീം അതോറിറ്റിയായി മാറും. പരാശക്തിയായിട്ട് അമ്മ നമ്മളെ നയിക്കാൻ തുടങ്ങും. അപ്പോൾ ഈ വരികളിൽ പൂക്കളും രത്നങ്ങളും ധരിച്ചിരിക്കുന്നത് എന്നാൽ അത് അമ്മ നമുക്ക് നൽകുന്ന രക്ഷയും കവചവും അനുഗ്രഹവും കൂടിയാണ്. അതാണ് ചെമ്പകാശോക പുന്നാക സൗഗന്ധി കലസത്കജ കുരുവിന്ദ മണിശ്രേണി കനത്കോടീരമണ്ഡിത. ശാന്തി ശാന്തി ശാന്തി.
ശരണം. പത്മ.